രാജ്യസഭയിൽ പ്രതിപക്ഷത്തെ തരിമ്പും പരിഗണിക്കാത്ത സഭാധ്യക്ഷനായിരുന്നു കഴിഞ്ഞ സഭാകാലം വരെയും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. സഭയിൽ സർക്കാരിന്റെ വക്താവ് കളിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ധൻഖറിനെതിരെ ഉന്നയിച്ചത് ശക്തമായ വിമർശനങ്ങളാണ് അക്കാലത്ത്. ധൻഖർ ഖാർഗെ രൂക്ഷമായ ഏറ്റുമുട്ടലുകൾക്ക് കഴിഞ്ഞ സഭാകാലം സാക്ഷിയായി. പക്ഷേ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ എല്ലാം മാറിമറിഞ്ഞു. ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ കേന്ദ്രങ്ങളെല്ലാം ഞെട്ടിച്ചായിരുന്നു പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസം ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജി. ആരോഗ്യ കാരണങ്ങളല്ല രാജിക്ക് പിന്നിലെന്ന് വ്യക്തം. പിന്നെ എന്താണ് ജഗ്ദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജിയുടെ കാരണം എന്നാണ് രാജ്യ തലസ്ഥാനത്തെ പ്രധാന ചർച്ച. രാജിക്ക് പിന്നിൽ ഭരണകക്ഷിയുടെ കൃത്യമായ രാഷ്ട്രീയ നീക്കമുണ്ട് എന്നാണ് പ്രതിപക്ഷവും രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. RDX റാപ്പ്. On their birthdays today, served as additional solicitor general. मैं कुछ समय के लिए കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനം വരെയും രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന്റെ മുഖ്യ എതിരാളിയായിരുന്നത് ഉപരാഷ്ട്രപതിയായിരുന്ന ജഗ്ദീപ് ധൻഖർ ആയിരുന്നു. സഭയെ നിയന്ത്രിക്കുന്ന ഉപരാഷ്ട്രപതിയുടെ പക്ഷപാതപരമായ നിലപാടിനെതിരെ പ്രതിപക്ഷം ബെഞ്ചുകളിൽ നിന്ന് ശക്തമായ എതിർപ്പുയർന്നു. ഒരു വേള അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് പോലും പ്രതിപക്ഷം ആലോചിച്ചു. വർഷകാല സമ്മേളനം എല്ലാറ്റിനെയും മാറ്റിമറിച്ചിരുന്നു. ധൻഖറിന്റെ അപ്രതീക്ഷിത രാജിയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതിന്റെ കാരണമെന്തെന്നതിൽ 4-ാം ദിവസവും വ്യക്തമല്ലെന്നതാണ് യാഥാർത്ഥ്യം. ധൻഖർ പ്രതിപക്ഷത്തോട് അടുക്കുന്നുവെന്നും ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് നീക്കത്തെ ചൊല്ലിയുള്ള അസ്വാരസ്യവും തുടങ്ങിയ കാരണങ്ങളും അഭ്യൂഹങ്ങളും നിരവധിയെന്ന ചർച്ചകൾ ഡൽഹിയിൽ സജീവമാണ്. ജഗ്ദീപ് ധൻഖർ ആണെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണത്തിനും തയ്യാറായിട്ടുമില്ല. ധൻഖറിന് യാത്രയയപ്പ് നൽകാത്തതും വിടവാങ്ങൽ പ്രസംഗം ഇല്ലാത്തതുമെല്ലാം BJPയുമായി അകന്നതിന്റെ സൂചനകളാണെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. രാഷ്ട്രപതി പദം ലക്ഷ്യമിട്ടുള്ള ധൻഖറിന്റെ നീക്കങ്ങളും അക്കാര്യത്തിലെ BJPയുടെ ഉടക്കും അഭ്യൂഹങ്ങളുടെ ലിസ്റ്റിൽ പ്രഥമ സ്ഥാനത്തുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. നമുക്ക് മറ്റ് വിശദാംശങ്ങൾ ഡാറ്റാ ഷീറ്റിൽ പരിശോധിക്കാം. ധൻഖറിൻ്റേത് നാടകീയ രാജിയായിരുന്നു എന്ന് നമുക്കറിയാം. തിങ്കളാഴ്ച വൈകുന്നേരം വരെ രാജ്യസഭ നിയന്ത്രിച്ചത് അദ്ദേഹം തന്നെയായിരുന്നു. രാത്രിയോടെ പൊടുന്നനെ രാജി വാർത്ത പുറത്തേക്ക് വരുന്നു. ആരോഗ്യ കാരണങ്ങളാണെന്നാണ് വിശദീകരണമുണ്ടായത്. ആശയക്കുഴപ്പമുണ്ടാക്കുന്ന നിഗൂഢതയെന്ന് പ്രതിപക്ഷം അപ്പോൾ തന്നെയും പറഞ്ഞു. അവർക്ക് ഞെട്ടലുണ്ടായി. ആരോഗ്യ പ്രശ്നമെങ്കിൽ വർഷകാല സമ്മേളനത്തിന് മുമ്പ് മാറുമായിരുന്നില്ലേ എന്ന് പ്രതിപക്ഷം ചോദിക്കുന്നു. ശരിയാം വിധം രാജി സ്വീകരിച്ചതായി ചൊവ്വാഴ്ച വിജ്ഞാപനം വന്നു. ചുരുങ്ങിയ വാക്കിൽ ആശംസ നേർന്നു മോദി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മ കുറ്റവിചാരണ നോട്ടീസുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി ഭിന്നതയുണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. കാരണങ്ങൾ പലതാണെന്നാണ് അഭ്യൂഹം. മുതിർന്ന കേന്ദ്രമന്ത്രിയും ധൻഖറും തമ്മിൽ ഫോണിൽ വാഗ്വാദവും തർക്കവും ഉണ്ടായി എന്ന് കേൾക്കുന്നു. രാജ്യസഭാ കാര്യോപദേശക സമിതി യോഗത്തിൽ JP നഡ്ഡ, കിരൺ റിജിജു എന്നിവർ എത്തിയില്ല എന്നത് പ്രത്യേകമായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രതിപക്ഷത്തോട് അടുക്കുന്നുവെന്ന തോന്നൽ ഖർഗെക്ക് സംസാരിക്കാൻ കൂടുതൽ സമയം നൽകി എന്നതെല്ലാം അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു തോന്നലിന് കാരണമായെന്ന് പറയുന്നു. വർഷകാല സമ്മേളനം തുടങ്ങുന്നതിന് തലേ ദിവസം കെജ്രിവാളുമായി ധൻഖർ കൂടിക്കാഴ്ച നടത്തിയതും BJPക്ക് അതൃപ്തി ഉണ്ടാകാൻ കാരണമായി. ധൻഖർ രാഷ്ട്രപതി സ്ഥാനം ലക്ഷ്യമിട്ട് കരുനീക്കം നടത്തിയതാണ് രാജിയിൽ ഒടുവിൽ കലാശിച്ചത് എന്നാണ് അഭ്യൂഹം അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. കുറ്റവിചാരണ നോട്ടീസ് ലോക്സഭയിൽ അവതരിപ്പിച്ച് നേട്ടമാക്കാൻ ആയിരുന്നു BJPയുടെ പദ്ധതി ഈ യശ്വന്ത് സിൻഹയുമായി ബന്ധപ്പെട്ട്. അതിനു മുമ്പ് തന്നെ പക്ഷേ രാജ്യസഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ മാത്രം ഒപ്പിട്ട നോട്ടീസ് ഇദ്ദേഹം ജഗ്ദീപ് ധൻഖർ സ്വീകരിച്ചു. തുടർ നടപടിക്ക് രാജ്യസഭാ സെക്രട്ടറി ജനറൽ നിർദ്ദേശം നൽകിയത് BJPക്ക് വലിയ ക്ഷീണമായി രാഷ്ട്രീയമായിട്ട് എന്നാണ് പറയുന്നത്. വിഷയങ്ങൾ മുതിർന്ന കേന്ദ്രമന്ത്രിയുമായി ചർച്ച ചെയ്തെങ്കിലും അത് തർക്കത്തിൽ കലാശിക്കാനുണ്ടായത് എന്ന് കേൾക്കുന്നു. ഉപരാഷ്ട്രപതിയുടെ അധികാരം ധൻഖർ ചൂണ്ടിക്കാട്ടി. ധൻഖറിനെ നീക്കുമെന്ന് മന്ത്രിയും ഫോണിൽ ആ വാഗ്വാദ സംസാരത്തിനിടെ പറഞ്ഞെന്നാണ് കേൾക്കുന്നത്. രാജ്യസഭാ കാര്യോപദേശക സമിതി തിങ്കളാഴ്ച വൈകിട്ട് നഡ്ഡ എത്താതിരുന്നത് ധൻഖറിനെ ചൊടിപ്പിച്ചു ആ യോഗത്തിനകത്തേക്ക്. ഖാർഗെക്ക് കൂടുതൽ സമയം അനുവദിച്ചതിനെ ചൊല്ലി സഭയിലും നഡ്ഡയും ഖാർഗെയും തമ്മിൽ കൊമ്പുകോർക്കൽ പരസ്യമായി തന്നെയും ഉണ്ടായി. താൻ പറയുന്നതൊന്നും സഭാരേഖയിൽ ഉണ്ടാകാറില്ല എന്ന് ധൻഖറിനെതിരെ നഡ്ഡ പരസ്യമായിട്ട് അങ്ങനെ ഒരു ഒളിയമ്പ് വെച്ചു. ധൻഖറിനെ നീക്കാനുള്ള ആലോചന BJP നേരത്തെ മുതൽ നടത്തുന്നുണ്ട് എന്നാണ് പാർട്ടിയിലെ ഒരു പക്ഷം രഹസ്യമായി പറയുന്നത്. 6 മാസത്തിലേറെയായി സർക്കാരും ധൻഖറും തമ്മിൽ അകലത്തിലെന്ന വർത്തമാനവും ഈ രാജ്യ തലസ്ഥാനത്തുണ്ട്. പ്രതിപക്ഷ നേതാക്കളുടെ യോഗത്തിൽ BJP നേതാക്കളെ അദ്ദേഹം അപഹസിച്ചുവെന്നാണ് വാർത്തകൾ വന്നത്. US വൈസ് പ്രസിഡന്റ് JD വാൻസിൻ്റെ ഇന്ത്യ സന്ദർശനത്തിനിടെ ധൻഖറിൻ്റെ അസാന്നിധ്യം പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടതാണ്. ആ ഘട്ടത്തിൽ ബംഗാൾ ഗവർണറായിരിക്കെ BJPക്കായി മമതാ സർക്കാരിനെതിരെ നീക്കങ്ങൾ നടത്തിയതടക്കം ധൻഖറിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലുണ്ട്. രാജ്യസഭയിൽ ധൻഖർ സ്വീകരിച്ച ഭരണപക്ഷാനുകൂല നിലപാട് പ്രതിപക്ഷം ചർച്ചയാക്കുകയും ചെയ്തിരുന്നു. സർക്കാരിൻ്റെ ചിയർ ലീഡർ എന്നതടക്കം പ്രതിപക്ഷ നേതാക്കൾ ധൻഖറിനെ ആ കാലത്ത് വിളിച്ചു. അങ്ങനെ BJPയുടെ ഒട്ടിയായിരുന്നു ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ധൻഖറിനെതിരെ അവിശ്വാസ പ്രമേയ നീക്കങ്ങളിലേക്ക് കടക്കാനും പ്രതിപക്ഷം ആലോചിച്ചിരുന്നു ആ ഘട്ടത്തിൽ എന്ന് നമ്മളിപ്പോൾ വായിച്ചറിയുന്നു. രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായി നിർബന്ധിത രാജിയിൽ പോകേണ്ടി വന്നത് എന്നതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. അധ്യക്ഷസ്ഥാനം ഒഴിയുന്ന JP നഡ്ഡ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നൊരു അഭ്യൂഹം. നിതീഷ് കുമാറിനെ ഉപരാഷ്ട്രപതിയാക്കി ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം BJP ഏറ്റെടുക്കാനിടയുണ്ട് എന്നും
വാർത്തകളിലുണ്ട്. ശശി തരൂർ BJPയിൽ എത്തുമെന്നും ഉപരാഷ്ട്രപതി പദവി നൽകുമെന്നും മറ്റൊരു അഭ്യൂഹവും കൂടെ ഉണ്ട്. ഇതാണ് പ്രധാനമായുള്ള വിവരങ്ങൾ. ഈ ശശി തരൂരിൻ്റെ വാർത്ത പക്ഷേ ഏതാണ്ട് അങ്ങനെ സംഭവിക്കാനിടയില്ല എന്നാണ്. മാത്രമല്ല ശശി തരൂർ BJPയിൽ എത്തണ്ട ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് അങ്ങനെ പരിഗണിക്കണമെങ്കിൽ, അതുകൊണ്ട് അതിനകത്തൊരു ചെറിയ കുഴപ്പമുണ്ട് ആ വിവരത്തിൽ. അത് മാത്രമല്ല, അത് ഈ ചർച്ച പോലെ തന്നെ പലയിടത്തും ചർച്ച നടന്നു. ഇതിപ്പോൾ കേരളത്തിൽ നടന്ന വലിയ ചർച്ച എന്ന് പറയുന്നത് ശശി തരൂർ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒരുപക്ഷെ പരിഗണിക്കപ്പെട്ടേക്കാവുന്ന. കർണാടകത്തിൽ നടന്നത് അവിടെ യെദ്യൂരപ്പയെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ പോകുന്നു എന്നാണ്. ബീഹാറിൽ നടന്നത് ഇലക്ഷൻ നടക്കാൻ പോകുന്നത്, അവിടെ നിതീഷ് കുമാറിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ പോകണം. അതിപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ ഒരു അപ്രതീക്ഷിതമായ രാജി നടക്കുമ്പോൾ അതിനെ തുടർന്നുണ്ടായിരുന്ന ചർച്ചകൾ എന്ന നിലയ്ക്ക് മാത്രം കണ്ടാൽ മതി. പക്ഷേ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഉപരാഷ്ട്രപതി രാജിവെക്കുന്നത്. കാരണം ഒരു ഉപരാഷ്ട്രപതിയുടെ ജോലി എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം അനാരോഗ്യമൊക്കെ ഉണ്ടെങ്കിലും കൊണ്ടു നടക്കാവുന്ന ഒരു ജോലിയായി തന്നെയാണ് കണക്കാക്കുന്നത്. മാത്രമല്ല ജഗ്ദീപ് ധൻഖർ അത്രമേൽ അനാരോഗ്യം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. തൊട്ടു മുമ്പ് കേരളത്തിലെത്തിയതാണ്. അന്നൊന്നും അദ്ദേഹത്തിന് അങ്ങനെ ഇത് എന്ന് വെച്ചാൽ നമുക്ക് കണ്ട് ചെറിയ അസ്വാസ്ഥ്യം ഉണ്ടായിരുന്നു. മാത്രമല്ല അങ്ങനെ പിന്നെ നമ്മളൊരാളുടെ രോഗാവസ്ഥയൊന്നും കണ്ട് മനസ്സിലാക്കാൻ പറ്റുകയുമില്ല. അങ്ങനെ പറയുന്നതിനകത്ത് ഒരു കുഴപ്പമുണ്ട്. എന്തായാലും ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ അതല്ല കാരണം എന്നുള്ളത് വ്യക്തമാണ്. കാരണം അദ്ദേഹം ഉപരാഷ്ട്രപതിയാണ്. ആ ഉപരാഷ്ട്രപതി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തൽക്കാലത്തേക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എല്ലാ കാലത്തും അദ്ദേഹം നിൽക്കുന്ന സംവിധാനത്തിനൊപ്പം പരമാവധി ആത്മാർത്ഥത കാണിച്ച് അതിൻ്റെ ഒരുപക്ഷെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുള്ളത് എടുത്ത് കൊടുക്കാൻ ശ്രമിച്ച് കുഴപ്പത്തിലാവാറുണ്ട്. അദ്ദേഹം പണ്ട് ദേവിലാലിൻ്റെ ജനതാദളിൽ അദ്ദേഹം തുടങ്ങുമ്പോൾ മുതൽ അടിയുറച്ച അതായത് ജാതീയമായ സമവാക്യങ്ങളെല്ലാം ചേർത്ത് വെച്ചാണ് അദ്ദേഹത്തെ ദേവിലാലിനൊപ്പം നിർത്തുന്നത്. അങ്ങനെ അദ്ദേഹം അവിടെ മുതൽ ഇങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങുന്നു. പിന്നീട് കോൺഗ്രസിൽ വരുന്നു, പിന്നീട് BJPയിൽ പോകുന്നു. അതിനുശേഷം അദ്ദേഹത്തെ ബംഗാൾ ഗവർണറായി നിയോഗിക്കുന്നു. ബംഗാൾ ഗവർണറായി നിയോഗിക്കുമ്പോഴാണ് രണ്ടാമത്തെ തവണ, മുമ്പ് കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ്, പക്ഷേ രണ്ടാമത് അദ്ദേഹം കൂടുതൽ ദേശീയ ശ്രദ്ധയിലേക്ക് വരുന്നത് ബംഗാൾ ഗവർണറായിരുന്നു വലിയ പുകിലുകൾ ഒപ്പിക്കുമ്പോഴാണ്. അവിടെ മമതാ ബാനർജിയുമായി നിരന്തരമുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ എന്താഗ്രഹിക്കുന്നു അതിൻ്റെ ഇരട്ടി കൊടുക്കാൻ തയ്യാറുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് തന്നെയാണ് പിന്നീട് അദ്ദേഹത്തെ ഉപരാഷ്ട്രപതിയായി പരിഗണിക്കുന്നത്. ഉപരാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ കേവലം ഒരു ഉപരാഷ്ട്രപതി എന്ന മട്ടിൽ ഇരിക്കുക മാത്രമല്ലല്ലോ, രാജ്യസഭയെ നയിക്കുക കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ അവിടേക്ക് കൊണ്ടുവരുന്നു ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക്. അവിടെ വന്നിട്ടും അദ്ദേഹം ഒന്ന് ആലോചിച്ച് അടുത്ത കാലത്തെങ്ങും ആ നിലയ്ക്ക് അഗ്രസീവായ ഒരു ഉപരാഷ്ട്രപതിയെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അതായത് ജുഡീഷ്യൽ ഓവർ റീച്ച് ഇവിടെയുണ്ട്. കോടതികളുടെ രീതി, അവിടെ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്ന രീതിക്കൊക്കെ എതിരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വിഷയങ്ങളിലും ഒരു ഉപരാഷ്ട്രപതിയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയ രാജ്യസഭാ അധ്യക്ഷൻ എന്ന നിലയിലുമൊക്കെ ആയിക്കോട്ടെ, അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ രൂക്ഷമായിരുന്നു എല്ലാ ഘട്ടത്തിലും. അത് പലപ്പോഴും BJPക്ക് പോലും അലോസരമുണ്ടാക്കി എന്നുകൂടിയാണ് പറയുന്നത്. ഇപ്പോൾ ജുഡീഷ്യറിയുമായി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിൻ്റെ ഒരു മുഖം തുറക്കുന്നത് BJPയിൽ നിന്ന് ധാരാളം പേർ ആ സ്വഭാവത്തിലൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഉപരാഷ്ട്രപതി കൂടി ഞാൻ കൂടി ഗോതയിലുണ്ട് എന്ന മട്ടിൽ ചാടി ഇറങ്ങുന്ന ഒരു സ്ഥിതി പലപ്പോഴും ഉണ്ടായി. അതൊക്കെ ഇവർക്ക് അലോസരമുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ തുടർച്ചയായ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരുമായി തന്നെ ബന്ധപ്പെട്ടുണ്ടാകുന്നു. ഇപ്പോൾ പല ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളാണ് വരുന്നത്. JP നഡ്ഡയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കേൾക്കുന്നു. അത്തരം കാര്യങ്ങളൊക്കെ എത്രത്തോളം വാസ്തവമാണെന്നുള്ളതൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ എന്തായാലും അത്ര സന്തോഷത്തിലല്ല ഈ ഇറങ്ങിപ്പോക്ക് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ കാര്യത്തിൽ സംശയമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള നീക്കം എന്തായിരിക്കും നമുക്കറിയില്ല. ഇതുവരെ പ്രവർത്തിച്ചു വന്ന ഘട്ടത്തിലൊക്കെ ഈ അത്യുത്സാഹിയായ കൂടുതൽ ഊർജ്ജസ്വലനായ ഒരു നേതാവായിരുന്നു ജഗ്ദീപ് ധൻഖർ. അതുകൊണ്ട് ഈ ഒരു ആരോഗ്യ പ്രശ്നത്തെ മറികടക്കാനൊക്കെ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും BJPക്ക് എന്തൊക്കെയോ പദ്ധതികളുണ്ട്. ആ പദ്ധതികളുടെ തുടർച്ചയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു രാജ്യം എന്ന് തന്നെ വേണം. ഇത് ഇപ്പോൾ പെട്ടെന്നുണ്ടായതല്ല ഈ അതൃപ്തി എന്നാണ് പല മാധ്യമങ്ങളും ചൂണ്ടിക്കുന്നത്. ഇപ്പോൾ അല്പം മുമ്പ് തന്നെ ഹിന്ദുവിൻ്റെ റിപ്പോർട്ട് വായിക്കുമ്പോൾ അവർ തരുന്ന വിവരം രസകരമായിട്ടുള്ളതാണ്. അതായത് 35 മാസമാണ് ധൻഖർ സ്ഥാനത്തുണ്ടായിരുന്നത്, 3 വർഷത്തോളം. അതിനകത്ത് അദ്ദേഹം പലതവണ ഈ പ്രോട്ടോകോൾ പ്രശ്നങ്ങളെക്കുറിച്ച് പരാതിപ്പെട്ടിരുന്നു എന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നത്. അതിനകത്ത് പറയുന്ന കൗതുകമായൊരു കാര്യം, 4 തവണ മാത്രമാണ് അദ്ദേഹത്തിന് വിദേശ രാജ്യത്തേക്ക് സന്ദർശനം നടത്താൻ അവസരം കിട്ടിയത് ഈ 3 വർഷത്തിനിടയിൽ. അത് വളരെ കുറവാണ് ഇദ്ദേഹത്തിൻ്റെ മുൻഗാമികളെ വെച്ച് നോക്കിയാൽ. അദ്ദേഹത്തിൻ്റെ മുൻഗാമി വെങ്കയ്യ നായിഡുവിന് 13 ഫോറിൻ ടൂറുകൾ നടത്താനുള്ള അവസരം കിട്ടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കുറച്ചുകൂടെ ദീർഘമായിട്ടൊരു കാലമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനു മുമ്പ് ഹമീദ് അൻസാരി ആണെങ്കിൽ 28 യാത്രകൾ, വിദേശ യാത്രകൾ നടത്തി. ഇദ്ദേഹം 4 യാത്രകൾ മാത്രം. അതിൽ തന്നെ ഈ 4-ൽ 2 യാത്രകൾ അദ്ദേഹം വന്ന ഉടനെയുള്ള ആദ്യത്തെ ഇനീഷ്യൽ മാസങ്ങളിലാണ്. അപ്പോൾ ആ ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തോട് അതൃപ്തി ഉണ്ടായിട്ട് അദ്ദേഹത്തെ ഈ നിലക്ക്
വിദേശ ടൂറുകളടക്കമുള്ള സംവിധാനങ്ങളിലേക്ക് അദ്ദേഹത്തിന് പ്രോട്ടോകോൾ പ്രശ്നങ്ങൾ ഇങ്ങനെ മുന്നിലേക്ക് വരുന്നു എന്ന പരാതി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നേരത്തെ ഉണ്ടായിരുന്നു എന്നാണ് ഹിന്ദു ചൂണ്ടിക്കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ആദ്യത്തെ 33 വർഷം നിൽക്കുമ്പോൾ ആകെ 4 യാത്രകൾ, അതിനകത്ത് 2 യാത്രകൾ വന്നുടനെയാണ്, പിന്നീട് യാത്രകളില്ല. മറ്റുള്ളവർ 28ഉം 13ഉം ഒക്കെ നടത്തിയ കാലത്ത് ഇദ്ദേഹത്തിന് ഒരു 4 മാത്രമേ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ 2 യാത്രകൾ പിന്നെ ഒരുപാട് സമയം എടുത്തിട്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസ് ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ എന്തോ നീക്കം നടത്തുമ്പോൾ അതിന് ഒരുപാട് പ്രോട്ടോകോൾ പ്രശ്നങ്ങൾ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഓഫീസിൻ്റെ പരാതിയായിട്ട് ഈ ഹിന്ദു എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അതുമാത്രമല്ല ഫോറിൻ ഡിഗ്നിറ്റേഴ്സ് വരുമല്ലോ, മറ്റ് വിദേശ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ആളുകൾ വരുമ്പോൾ ഈ വിസിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെ നമ്പർ കുറവാണ് അത്ര. അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരുന്ന ഫോറിൻ വിദേശ ഒഫീഷ്യൽസിൻ്റെ എണ്ണം വളരെ കുറവാണ്. എന്ന് മാത്രമല്ല, അവിടെ ഇറാനിൽ തെഹ്റാനിൽ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റൈസിയുടെ സംസ്കാര ചടങ്ങിന് പോയപ്പോൾ വേണ്ട ഒരു തരത്തിലുള്ള പരിഗണന ഉണ്ടായിരുന്നില്ല. അതും ഇവിടെ ഈ പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ട് ഇവിടെ വേണ്ട പരിഗണന ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു ബുദ്ധിമുട്ട് തനിക്കുണ്ടായി എന്ന പരാതി അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നു പറയുന്നു. അതിൻ്റെ അവസാനമായിട്ടാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ് JD വാൻസ് വന്നപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ഇവിടെ ഇല്ല. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വന്നപ്പോൾ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ഇവിടെ ഇല്ല. അദ്ദേഹം ജയ്പൂരിലേക്ക് ഫ്ലൈറ്റ് പോയിട്ട് ഇദ്ദേഹം പോയപ്പോഴാണ്, വാൻസ് തിരിച്ചു പോയപ്പോഴാണ് തിരിച്ച് വരുന്നതെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ പിന്നീട് അവിടെ പെഹൽഗാമൊക്കെ ആ ഘട്ടത്തിലാണ് ഉണ്ടായത്. അതുകൊണ്ട് അത് വലിയ ചർച്ചയായില്ല ആ ഘട്ടത്തിൽ നിന്നാണ് കാണുന്നത്. പക്ഷേ അദ്ദേഹത്തോട് ഒരു അതൃപ്തി ആദ്യഘട്ടം മുതൽ ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അതിനെ വിശാലമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ ഇതിനകത്ത് BJP RSSൻ്റെ നിയന്ത്രണത്തിലുള്ള ഈ സർക്കാരിന് ഉണ്ടായിരുന്ന എല്ലാ മേഖലകളിലുള്ള സമ്പൂർണ്ണമായ പിടുത്തം ഒന്ന് അയഞ്ഞിട്ടുണ്ട് കാലങ്ങൾ കൊണ്ട് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്നതേ ഉള്ളൂ. അതിപ്പോൾ അവർ സമ്മതിക്കില്ല. ഇത് കേൾക്കുന്ന ആളുകൾ BJPക്കാരും RS അനുകൂലികളായിട്ടുള്ള ആളുകൾ അങ്ങനെയല്ല, അതിൻ്റെ പിടുത്തം കൂടുതലുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വാദിക്കും. പക്ഷേ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തിയ രാജ്യസഭാ അധ്യക്ഷനായിട്ടിരിക്കുന്ന ആൾ ഈ മട്ടിൽ ഒരു അതൃപ്തി പൂർണ്ണമായും പ്രകടമാക്കിയിട്ട് രാജിവെച്ച് പോകുന്നു എന്ന് പറയുമ്പോൾ ആ സുഘടിതമായുള്ള സംവിധാനത്തിനകത്ത് നരേന്ദ്രമോദി അമിത്ഷാ സംഘം വളരെ കൃത്യമായിട്ട് നിർണ്ണയിക്കുന്ന ആ സംവിധാനങ്ങൾക്കകത്ത് ചെറിയ ഇളക്കങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാനാവുന്നതാണ്. ഈ ചരിത്രത്തിൽ ആദ്യത്തെ രാജി ഈ ഒരു കാരണം പറഞ്ഞ് എന്നതുകൂടി ഗൗരവം കൊടുക്കുന്നുണ്ട്. കാരണം ബാക്കിയുള്ളവരൊക്കെ രാജി വെച്ചിട്ടുണ്ട് ഇത് മുമ്പും, പക്ഷേ അതൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള രാജികളായി എന്ന്. ജഗ്ദീപ് ധൻഖറിന് മുമ്പ് ഉപരാഷ്ട്രപതിയായിരുന്ന വെങ്കയ്യ നായിഡു പദവി ഒഴിയുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 പേജ് വികാരനിർഭരമായ കത്തെഴുതിയായിരുന്നു യാത്രയയപ്പ് നൽകിയത്. ധൻഖറിലേക്ക് എത്തിയപ്പോൾ അത് ചുരുങ്ങിയ വാക്കുകളിലെ ആശംസ മാത്രമായി മാറി. കേന്ദ്ര സർക്കാർ ധൻഖർ അസ്വാരസ്യങ്ങൾ വ്യക്തമാക്കുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ ആശംസ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ബീഹാർ ലക്ഷ്യമിട്ടോ തരൂരിനെ ലക്ഷ്യമിട്ടോ അങ്ങനെ ഏത് തരത്തിലെങ്കിലുമുള്ള കേന്ദ്ര സർക്കാരിൻ്റെയും BJPയുടെയും രാഷ്ട്രീയ നീക്കമാണ് ധൻഖറിൻ്റെ രാജിയെങ്കിൽ അത് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചിത്രത്തിൽ നിർണായകമാകും. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതോടെ ആ ചിത്രവും കൂടിയാണ് വ്യക്തമാവുക. ഇടവേളയിലേക്ക്.